വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു മാരക രോഗിയായി മാറാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഈ ഫ്ലോർ മാറ്റ് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെയായി ഒരുപാട് പൊടികൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോർണിംഗിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സംഭവങ്ങളെടുത്ത് പുറത്തോട്ട് തട്ടുക. അതിനുശേഷം ഈ ഫ്ലോർ മാറ്റിൻ്റെ അടിയിൽ കിടക്കുന്ന പൊടികളൊക്കെ ഒരു വാക്യൂം ക്ലീനർ വെച്ച്, അതായത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്, കാറിൽ മാത്രം ഉപയോഗിക്കുന്ന ചെറിയ വാക്യൂംസ്, അത് വാങ്ങി വെക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ച് നല്ല രീതിക്ക് പൊടികൾ സക്ക് ചെയ്ത് കളയുക. മോർണിംഗിൽ നിങ്ങൾ വാഹനം എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രക്രിയ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഇത് ചെയ്യാനായി നിങ്ങൾ ചെറിയൊരു സമയം തീർച്ചയായിട്ടും മാറ്റി വെക്കണം. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാഹനം ഉപയോഗിക്കുന്ന സമയം, ആ ഒരു സമയം ലക്ഷക്കണക്കിന് പൊടികളാണ് നിങ്ങൾ നിങ്ങളുടെ മൂക്കിലോട്ടും ലെൻസിലോട്ടൊക്കെ വലിച്ച് കയറ്റുന്നത്. അപ്പോൾ ഈ പ്രക്രിയ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊരു നിത്യരോഗിയായി മാറാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളോ അല്ലെങ്കിൽ സമയങ്ങളോ ഒന്നും വേണ്ട, നമ്മുടെ വാഹനം തന്നെ ധാരാളം. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സെറാമിക് കോട്ടും അതുപോലെ തന്നെ ടഫ്ലോൺ കോട്ടൊക്കെ അടിച്ച് വാഹനം മിന്നിപ്പിച്ച് നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഇൻറ്റീരിയർ കൂടി ക്ലിയർ ആയതില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോഡി അവിടെ തിളങ്ങും, പക്ഷേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒരു തിളക്കമില്ലാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഏത് വേണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനും സേഫ്റ്റിയാണ്, അതുപോലെ തന്നെ അത് ഓടിക്കുന്ന നിങ്ങളുടെ ജീവനും ജീവിതത്തിനും സേഫ്റ്റിയാണ്. താങ്ക് യു.